ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ പെരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം 2 ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും കൂടി കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാലയും ഞാനൊരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ഇട്ട് ഇത് നല്ലതുപോലെ മാരിനേറ്റ് ആക്കി വെക്കുക. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം അരമണിക്കൂർ, മാക്സിമം നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഒരു 1-2 മണിക്കൂർ, ഞാനിവിടെ ഒരു 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഓവർ ഫ്രൈ ആയിട്ടൊന്നല്ല, ജസ്റ്റ് ഒന്ന് കുക്കായി ആ ഒരു ഒരു ഓയിലിൽ കിടന്ന് ഇതൊന്ന് കുക്കായി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് വരണം. ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നാടൻ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ആണ് ഇവിടെ യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വെള്ളം ഒന്നും ഇതിലൊഴിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് ഫുള്ളും വേവിച്ചെടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് ഈ ചിക്കൻ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്കാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചിക്കനെല്ലാം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അതിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലും ആ ഒരു ഓയിലൊക്കെ കിടന്ന് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് വറ്റി നല്ല റോസ്റ്റായിട്ട് നല്ലൊരു ഡ്രൈ പരുവത്തിലേക്ക് വരുന്നത് വരെ ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് മുടി തുറന്നപ്പോഴേക്കും കണ്ടോ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി ഈ ചിക്കനിലേക്ക് തന്നെ പിടിച്ച് നല്ല ഡ്രൈ ആയി വരുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളത് ചിക്കൻ കോരി മാറ്റേണ്ടത്. ഇപ്പം അത്യാവശ്യം കുറേയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പരുവത്തിൽ നമ്മൾ ഈ ചിക്കൻ എന്ത് ചെയ്യുക, കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷമാണ് ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ സവാളയും ഒക്കെ വഴറ്റുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ആട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 സവാളയാണ്, ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. കൂടുതലും ഞാൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഈ നാടൻ ചിക്കൻ ഇങ്ങനെ റോസ്റ്റ് പെരട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പം ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 10-20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് പിന്നെ ഇത് വേവാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം, ഉപ്പ് കുറച്ചിട്ടാൽ മതി, നേരത്തെ നമ്മൾ ചിക്കനിലും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ വഴറ്റി അടച്ച് വെച്ച് ഈ സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞ് വരുന്നത് വരെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക.
പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ഫുള്ള് വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പം സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അത് ആ ഒരു പരുവത്തിൽ നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാനിവിടെ ഒരു 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 1.5 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ തക്കാളി നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ തക്കാളിയും കൂടി വേവാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് ഇങ്ങനെ മാഷായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഈ തക്കാളി അത്യാവശ്യം നല്ല രീതിയിൽ ഉടഞ്ഞ് നല്ല ഈ ഒരു ഇതിലൊക്കെ മിക്സായി വരണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മളെടുക്കാൻ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് നമ്മുടെ എന്താ പറയുക ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ തക്കാളി ഉടഞ്ഞ് പേസ്റ്റായി വരുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. തക്കാളി അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം സമയമെടുക്കും. നമ്മൾ ഈ ഒരു സമയത്ത് തക്കാളി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മളിതുപോലെ നല്ല രീതിയിൽ ഇതൊന്ന് ഉടച്ച് എടുക്കുക. അതിൽ നിന്ന് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിലാണ്. ഇപ്പം അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും ആ ഒരു തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ചിക്കനിൽ ഇങ്ങനെ കോട്ടാക്കി വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ അതിൽ കോട്ട് ചെയ്ത് വരണം. അപ്പോൾ ദേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇനി വേറെ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് പച്ചമുളക് കേട്ടോ. ഞാനിവിടെ 3 പച്ചമുളക് ഇതുപോലെ കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു പിടിയോളം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കറിവേപ്പിലേൻ്റെ ടേസ്റ്റൊക്കെ നമുക്കൊരു നല്ല നാടൻ ടേസ്റ്റും പിന്നെ ആ ഒരു കറിവേപ്പിലേൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും മണവും ഒക്കെ കിട്ടും. അപ്പം നല്ല രീതിയിൽ അത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് കാര്യം ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിലുണ്ടല്ലോ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂണോളം വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതുണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ചെറുനാരങ്ങ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം കുറച്ച് കുരുമുളക് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണയും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഇതൊന്നിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഈ ഒരു ഫ്ലേവർ എല്ലാം അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ച് എടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റാട്ടോ. നമ്മുടെ ചപ്പാത്തീൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന, മെയിനായിട്ട് പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ പെരട്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.